നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ സ്റ്റേപ്പീസ് പിസ്റ്റനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ നേരത്തെയുള്ള എപ്പിസോഡിൽ ഓട്ടോസ്ക്ലീറോസിസ് എന്നൊരു അസുഖത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സ്റ്റെപ്പിഡോട്ടമി എന്നുള്ള സർജറിയാണ്. അത് അസുഖത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. സ്റ്റേപ്പീസ് എന്ന നമ്മുടെ ശരീരത്തുള്ള ഏറ്റവും ചെറിയ ബോൺ അത് ഫിക്സ്ഡ് ആവുകയാണ്. അത് ഫിക്സ് ആയി കഴിയുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചലനം കുറയുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ആ ബോൺ നീക്കി പകരം അവിടെ ഒരു പ്രോസസ്സസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പലർക്കും ആകാംക്ഷയുണ്ട്, നമ്മൾ ഈ ചെവിയിടത്ത്, അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്താണ് അവിടെ വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് യൂഷ്വലി സ്റ്റെറൈൽ പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. ഇതിനെ നമ്മൾ സ്റ്റേപ്പീസ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല മെറ്റീരിയൽസ് ഉണ്ട്. അതായത് മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഈ പറഞ്ഞ പോലെ നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് ആണ്. അതായത് PTFE, ടെഫ്ലോൺ, പല മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ ടൈറ്റാനിയം പ്രോസസ്സസ് ഉണ്ട്. ഒബ്വിയസ്ലി ടൈറ്റാനിയം പ്രോസസ്സ് ആകുമ്പോൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്നുള്ളത് കാണാനായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു പക്ഷേ നമ്മുടെ നോർമൽ ഐ വെച്ച് നമുക്കിത് ഡയറക്റ്റ് കാണുക എന്ന് തന്നെ പാടായിരിക്കും. ഇത് മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സർജറി ഫുൾ ചെയ്യുന്നത്. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പ്. അപ്പം ഈ ഒരു ലൂപ്പ് മാതിരിയുള്ള സാധനം, ഒരു ഹെഡ് ഉണ്ട്, എന്നിട്ട് അതിനൊരു ഷാഫ്റ്റ് ഉണ്ട്. ഇതാണ് പിസ്റ്റൺ. അപ്പോൾ ഈ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിംഗ് മാതിരിയാണ്. ഈ റിംഗ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവിടെ ചെവിയുടെ രണ്ടാമത്തെ ആ ബോണയിലോട്ട് നമ്മളിത് ആ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യുകയാണ്. അതുകൂടാതെ ഷാഫ്റ്റ് നമ്മളപ്പോൾ ഇത് മെഷർ ചെയ്യണം. ഇതിൻ്റെ സൈസ് പല പേഷ്യൻസിലും വേറെ ആയിരിക്കും. നമ്മളിത് മെഷർ ചെയ്തിട്ട് നമ്മളിത് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കും. എന്നിട്ട് ആ ഓപ്പണിങ്ങിനകത്തോട്ടാണ് ഈ പിസ്റ്റൺ ഇറക്കി വെക്കുന്നത്. അപ്പോൾ അനങ്ങാതിരിക്കുന്ന എല്ല് നമ്മൾ മാറ്റി അതിലൊരു ഓപ്പണിംഗ്, അതായത് ഫെനസ്ട്ര എന്ന് പറയും, അത് 0.4 to 0.6 mm സൈസേ ഉള്ളൂ. അപ്പോൾ അത് മാഗ്നിഫിക്കേഷനിലാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ പിസ്റ്റൺ അവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ പേഷ്യൻസിന് ഓൺ ടേബിൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ഇംപ്രൂവ്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഈ സർജറി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ സർജറി, ഇതിൻ്റെ സ്റ്റെപ്സ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. താങ്ക് യു.